തുടർച്ചയായ ജൈത്രയാത്രയിൽ തലതാഴ്ത്താതെ തുടരും മുന്നേറുന്നു. മലയാള സിനിമയിലെ പുതിയ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് മോഹൻലാലിന്റെ തുടരും. ഇനി റെക്കോർഡുകളൊന്നും ബാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഒരൊറ്റ പേര് മാത്രമേ ബോക്സ് ഓഫീസിൽ പറയാനുള്ളൂ: മോഹൻലാൽ. മോഹൻലാൽ നായകനായി തരുൺ മൂർത്തി ഒരുക്കിയ തുടരും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഭേദിച്ചാണ് ഓരോ നിമിഷവും തുടരുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം 200 കോടി ഗ്രോസ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ഇത് നിർമ്മാതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചു. ഇപ്പോഴിതാ മറ്റൊരു റെക്കോർഡും കൂടി, അതായത് അപൂർവ റെക്കോർഡ് കൂടി തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് തുടരും. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 100 കോടി എന്ന മാന്ത്രിക റെക്കോർഡാണ് തുടരും സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും വെറും 3 ചിത്രങ്ങളാണ് ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത്. തുടരുമല്ലാതെ ഈ നേട്ടം നേടിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സും എമ്പുരാനും മാത്രമാണ്. അതായത് മലയാളത്തിൽ നിന്നും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 100 കോടി നേടിയ 3 ചിത്രങ്ങളിലും 2 മോഹൻലാൽ നായകനായ ചിത്രങ്ങളാണ് എന്നത് തന്നെയാണ് ആരാധകർക്ക് സന്തോഷം പകരുന്ന വാർത്തകൾ. തുടരും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 18 ദിവസത്തിൽ 101 കോടിക്ക് മുകളിലാണ് നേടിയത്. ഇതിൽ 98 കോടി രൂപയും നേടിയിരിക്കുന്നത് മലയാളം പതിപ്പിൽ നിന്നാണ്. തെലുങ്ക് പതിപ്പ് 1 കോടിയും തമിഴ് പതിപ്പ് 85 ലക്ഷവും നേടിയിട്ടുണ്ട്. തമിഴ് പതിപ്പ് ഇനിയും ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. 5 കോടി ഓപ്പണിംഗ് നേടിയ തുടരും ആദ്യ വാരത്തിൽ 51 കോടിയും 2ാം വാരത്തിൽ 35 കോടിയും ഇന്ത്യയിൽ നിന്നും നേടിയെന്നാണ് കണക്കുകളിൽ പറയുന്നത്. അതേസമയം വിദേശത്ത് $10 മില്യൺ തുടരും കളക്ഷൻ സ്വന്തമാക്കി. പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു തുടരും. പ്രേക്ഷക മനസ്സ് കീഴടക്കിയ സൗദി വെള്ളയ്ക്ക എന്ന സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ എത്തുന്നു എന്നതായിരുന്നു അതിനുള്ള പ്രധാന കാരണം. 15 വർഷത്തിനു ശേഷമാണ് മോഹൻലാൽ ശോഭന കോംബോ എന്നതും അതിലെ പ്രധാന ഘടകമായി മാറി. തുടരും തിയേറ്ററിലെത്തി 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ചിത്രം 200 കോടിയിലെത്തിയിരിക്കുന്നത്. OTT റിലീസിന് മുമ്പ് ചിത്രം എമ്പുരാന്റെ റെക്കോർഡ് മറികടക്കുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. വലിയ തുകയ്ക്കാണ് ചിത്രം വിറ്റുപോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. സാധാരണ സിനിമകൾ തിയേറ്ററിലെത്തി 30 മുതൽ 45 ദിവസത്തിനകമാണ് OTTയിൽ റിലീസിനെത്തുന്നത്. അങ്ങനെയെങ്കിൽ ജൂൺ 2ാം വാരത്തോടെയാകും ചിത്രം OTTയിൽ എത്തുക. എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തിളങ്ങുന്ന കുതിപ്പ് തന്നെയാണ് തുടരും കാഴ്ചവെക്കുന്നത്. ഇനി 500 കോടിയിലേക്കുള്ള യാത്ര തന്നെയെന്നാണ് സിനിമാ ആരാധകർ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.